ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. കുറേ പേര് എന്നെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, ഇനി വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി, സുഖമില്ലേ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇനി പക്ഷേ വീഡിയോ എടുത്തിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാ. പക്ഷേ എഡിറ്റ് ചെയ്യാൻ നല്ല മടിയാണ് എനിക്ക്. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി ലേറ്റ് ആവുന്നത്. ഇന്നത്തെ വീഡിയോ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളുണ്ട്. വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അനാദി, പിന്നെ പാത്രങ്ങൾ മേടിക്കാനുണ്ടായിനി, ലേണിംഗ് ടെസ്റ്റിനുണ്ടായിനി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിനി ഇന്ന്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മിസ്സാക്കാതെ വാച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാൻ ആദ്യം തന്നെ പോയിട്ടുള്ളത് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ മേടിക്കാനുണ്ടായിനി. ഓയിൽ ഒഴിക്കുന്ന പാത്രങ്ങളുണ്ടാവില്ലേ, ബോട്ടിലെ, അത് വെളിച്ചെണ്ണ ഓയിൽ ഒഴിക്കുന്ന ഒരു ബോട്ടിൽ മേടിക്കാൻ വേണ്ടിയിട്ട് പോയത്. ഞാൻ വിചാരിച്ച പാത്രം അവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഉള്ള പാത്രം കൊണ്ട് മേടിച്ചിട്ട് വരാം, പിന്നെ ഇതിനായിട്ട് പുറപ്പെടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഉള്ള ബോട്ടിൽ മേടിച്ചിട്ട് വരെയെന്ന്. പിന്നെ കുറച്ച് പച്ചക്കറിയെല്ലാം ഇട്ട് വെക്കുന്ന പാത്രങ്ങളുണ്ടാവില്ലേ, കൊട്ട പോലത്തൊക്കെ, അങ്ങനത്തെ ഒക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് പാത്രങ്ങൾ എടുത്തിരുന്ന അവർ പറഞ്ഞു എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല, ആണുങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന്. നമ്മൾ പെണ്ണുങ്ങന്മാർ അവർ ഭർത്താക്കന്മാർക്ക് കാണുന്നേരം പറയാറുണ്ട് എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ട, എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആണുങ്ങൾ ഇത് ആദ്യമായിട്ട് ഇവൻ പറയുന്നേരം എനിക്ക് ഭയങ്കര ചിരി വന്നുപോയി. ആദ്യമായിട്ട് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ചെക്ക പറയുന്നത് കേട്ടത്, ഈ വീഡിയോയിൽ എന്നെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന്. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് പാത്രങ്ങൾ, ടേബിൾ ഷീറ്റ് അങ്ങനെയൊക്കെ മേടിച്ചിട്ട് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയെന്ന്. വേറൊരു കടയിലേക്ക് കൂടി പോകാനുണ്ട്. അവിടെ നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു കടയുണ്ട്, തൊട്ടപ്പുറം തന്നെയാണ്. അപ്പോൾ ഞാനും എൻ്റെ ആങ്ങളുടെ ഓളപ്പുരം ഇന്ന് വന്നിട്ടുള്ളത്. ഓക്ക് ലേണിംഗ് ടെസ്റ്റിനൊക്കെ പോകാനുണ്ട്. ഇനി ഉപ്പയില്ലാത്തതുകൊണ്ട് പിന്നെ ഓളപ്പുരം പോയി കഴിഞ്ഞാൽ വേഗത്തും, പിന്നെ ഭർത്താവിനൊന്നും സമയം ഉണ്ടാവില്ല. രാവിലെ പോയാൽ പിന്നെ രാത്രിയേ വരുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഓളപ്പുരം പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഭർത്താവ് നേരത്തെ മേടിക്കുന്ന ഒരു കട ഉണ്ടായിനി, അപ്പോൾ ആ കടയിൽ വന്നിട്ടുള്ളത്. ഇവിടെ ആ സാധനം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ അതിനിടയിൽ എൻ്റെ ചെറിയ കുഞ്ഞു മോളുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പെറുക്കി എടുക്കലൊക്കെ ചെയ്യുന്നുണ്ട്. ആങ്ങളുടെ മോളും ആങ്ങളുടെ ഓളും ഞാൻ ഒരുമിച്ച് വന്നത്, ഓള് സ്കൂട്ടറിൽ വന്നതാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളെല്ലാം നോക്കി നോക്കി എടുക്കണം. എന്താ എടുക്കണ്ടേ ഏതാ എടുക്കണ്ടേന്ന് തിരിഞ്ഞിട്ടില്ല. പാത്രങ്ങൾ കുറേ കാണുമ്പോൾ ഏതാ എടുക്കണ്ടേ ഒന്നും മനസ്സിലാവില്ല. അതെടുക്കണോ ഇതെടുക്കണോ, വെപ്രാളം കിട്ടിയ പോലെയെന്ന് എനിക്ക്. എല്ലാം ഒരുമിച്ച് എടുത്താലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പം പിന്നെ വെക്കാൻ സ്ഥലം വേണ്ട. ഇങ്ങനെ കുറേ പാത്രങ്ങൾ വീട്ടിലുണ്ട്, പക്ഷെ എന്നാൽ പോലും പാത്രങ്ങൾ കാണുമ്പോൾ ഒന്ന് എന്താ പറയണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ചെറിയ പാത്രങ്ങളോടും സ്പൂണുകളോടും നല്ല ഇഷ്ടമാണ്. അപ്പം ഞാനിതാ കുറച്ച് പാത്രങ്ങൾ വീട്ടിൽ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള പാത്രങ്ങൾ മേടിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നോക്കി നോക്കി ഓരോ പാത്രങ്ങൾ എടുക്കുന്നുണ്ട്. ഈ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മേടിക്കുന്ന കടയിനെക്കാട്ടി പൈസ കുറവുണ്ടാവും. അങ്ങനെയാണ്. ഇത് പണ്ട് പണ്ടേ എൻ്റെ ഭർത്താവ് ഇടുന്ന പാത്രങ്ങളൊക്കെ മേടിക്കാൻ, പ്ലേറ്റ് ആയാലും പാത്രങ്ങളായാലും ഒക്കെ ഇവിടുന്ന് മേടിക്കും. ഈ വഴി വന്നു കഴിഞ്ഞാൽ ഇത് ടൗണിലാണ്, കണ്ണൂർ ടൗണിലാണ്. അപ്പോൾ ഇങ്ങനെ പാത്രങ്ങൾ മേടിക്കുന്ന കട തന്നെ വേറെ ഒരു സ്ഥലത്താണ്. അപ്പോൾ ആ വഴി വന്നു കഴിഞ്ഞാൽ ഒരു 3-4 കടയുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, ഇതേപോലത്തെ പ്ലാസ്റ്റിക്, സ്റ്റീലിൻ്റെ അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങൾ വെക്കുന്ന കടകളുണ്ട് തൊട്ടടുത്തായിട്ട്. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ആ കടകളെല്ലാം പോയിട്ട് തൊട്ടപ്പുറത്തും ഇപ്പുറത്തെല്ലാം പോയിട്ടല്ലേ പിന്നെ ടൗണിൽ നിന്ന് പോകാറുള്ളൂ വീട്ടിലേക്ക്. നമ്മൾ ഈ പാത്രങ്ങൾ എടുക്കുന്ന ഇടയിലുണ്ട് ആങ്ങളുടെ ചെറിയ മോളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേറ്റുകളെല്ലാം മാറ്റി വെക്കുന്നുണ്ട്. അവളെ തട്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പണി നടക്കില്ല. അപ്പോൾ അവൾ ചെയ്യുന്ന പണിയാണ് നിലത്തി ഇരുന്നിട്ട് ഓരോ പ്ലേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നുണ്ട്. അപ്പം പിന്നെ അനങ്ങാണ്ട് അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പാത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് ഏതാ എടുക്കേണ്ടതൊന്നും മനസ്സിലാവുന്നില്ല. അതെടുക്കണോ ഇതെടുക്കണോ അല്ലെങ്കിൽ ഇത് മാറ്റണോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ മീനൊക്കെ വെക്കുന്നൊരു ബോക്സ് വേണ്ടേ, വീട്ടിലുണ്ട്. എന്നാൽ പോലും 2-3 എക്സ്ട്രാ മേടിച്ച് വെക്കും, മീനൊക്കെ ഇട്ട് വെക്കാൻ, ഇറച്ചി മീനൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജ്യൂസ് അടിക്കുന്ന അരിപ്പ, നമ്മൾ പുതിയത് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് 2-3 അങ്ങനത്തെ ഒക്കെ മേടിച്ച് വെച്ചു. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ ഏകദേശം എടുത്തു വെച്ചു. പക്ഷേ എത്താത്ത സ്ഥലത്ത് ഒരു പാത്രം കണ്ടിട്ടുണ്ടായിനി. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു അതിങ്ങ് എടുത്തു തരാനി. അപ്പോൾ അവരത് മേലെ കയറിയിട്ട് എടുത്തു തന്നു. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടാ. അതിനുശേഷം അവർ ബില്ല് ചെയ്തുന്നുണ്ട്. പൈസയും കൊടുത്തിട്ട് നേരെ പോകണം. വിശക്കുകയും ചെയ്യുന്ന സമയം 1:30 മണിയായിട്ടുണ്ട്. ഇതൊരു ഹോം മെയ്ഡ് കടയാണ്, എന്തും ഹോം മെയ്ഡായിട്ട് ഉണ്ടാവും. നമുക്ക് ഷവർമ,
ജ്യൂസ് ഒക്കെ അവർ നേരിട്ട് ഉണ്ടാക്കുന്നതെന്ന്. മറ്റേ സാധാരണ നമ്മൾ ഷവർമ്മ കടയിൽ നിന്ന് മടിക്കുന്ന പോലെ ഒന്നുമല്ല, അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനം. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങളുടെ ഓള്. അപ്പോൾ ഞാൻ കോക്ടെയിൽ ജ്യൂസും അതുപോലെ ഷവർമ്മയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഷവർമ്മ പോലെയൊന്നുമല്ല, എന്നാൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോകുന്നത് കോഴിക്കോട് ബീച്ചിലൊക്കെ കൂന്തൽ നിറച്ചിട്ട് പൊരിച്ചിട്ട് എടുക്കുന്നില്ലേ, അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയോ അങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്നൊക്കെ ആഗ്രഹം വെച്ചു. പക്ഷേ ആയിക്കര, കണ്ണൂർ ആയിക്കര പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മീനും കിട്ടും. പക്ഷേ ഇവിടെ പോയതിന് ശേഷം അങ്ങനത്തെ കൂന്തൽ കിട്ടിയിട്ടില്ല. ഭയങ്കര നിരാശയായിപ്പോയി. ഞാൻ വിചാരിച്ചു അത് മേടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടന്നില്ല, അവിടെ കൂന്തൽ കിട്ടിയില്ല. അപ്പോൾ പിന്നെ എൻ്റെ അങ്ങോട്ടോള് ലേണിംഗ് ടെസ്റ്റിന് വന്നിട്ടുണ്ടേനി. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കുറേ പെണ്ണുങ്ങന്മാർ വണ്ടി ഓടിക്കുന്നുണ്ടായിന്. അപ്പോൾ അത് ഒക്കെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ മോള് ഫോൺ അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവളവിടെ ഇരുന്നിട്ട് ഫോൺ നോക്കിക്കോളും. അപ്പോൾ ഇതാ ടൗണിലെത്തി. അത് കഴിഞ്ഞ് ടൗണിലെത്തി നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു കേട്ടോ. നല്ല തിരക്കാന്ന്, ബ്ലോക്കാന്ന്. സ്കൂളിലുള്ള ടൈമായതുകൊണ്ട് സ്കൂൾ ബസ്സും അങ്ങനെ ഒരുപാട് ബസ്സും ബ്ലോക്കായിട്ട് കിടക്കുകയെന്ന്, നീങ്ങുന്നില്ല വണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും ജാമായി കിടക്കുന്നു. കുറച്ച് സമയം അവിടെ നിന്ന് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വണ്ടിയൊക്കെ നീങ്ങി തുടങ്ങിയത് കേട്ടോ. സ്കൂൾ വിടുന്ന സമയമായിട്ട് തന്നെ നല്ല തിരക്കാണ് ടൗണിലൊക്കെ. 4 മണി ആവാറായിട്ടുണ്ടേനി. അപ്പോൾ നേരെ നമ്മൾ ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് സിറ്റിയിലെത്തിയിട്ടുണ്ടേനി. സിറ്റിയിൽ നല്ല ചൂടുള്ള കടി കിട്ടും, അവിടെ നേരിട്ട് ഉണ്ടാക്കുന്നതാണ്. സാധാരണ കടകളിൽ പോയി കഴിഞ്ഞാൽ രാവിലെ കൊണ്ടുവച്ച കടിയായിരിക്കും ഉണ്ടാവാൻ. ഇവിടെ ചൂടുള്ള കടി കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങി. നല്ല ബത്താസ് പൊരിച്ചതുണ്ട്. ബത്താസ് എന്ന് വെച്ചാൽ മധുരക്കിങ്ങില്ലേ, അത് പൊരിച്ചത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ചൂടുള്ള ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് റിയലിലാണ്. സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നേർച്ചാൽ എന്ന് പറയും, കണ്ണൂർ നേർച്ചാൽ. അത് അറിയുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ കയറി കുറച്ച് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അനാഥ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി റിയൽ സൂപ്പർ മാർക്കറ്റിൽ ശനിയാഴ്ചകളിൽ ഓഫർ ഇടും. അപ്പോൾ പിന്നെ പെണ്ണുങ്ങന്മാരായിട്ട് നിറഞ്ഞെടുക്കും, നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ വേഗം സാധനമൊക്കെ മേടിച്ചിട്ട്, പച്ചക്കറിയൊന്നും മേടിക്കാൻ തോന്നില്ല, വേഗം സാധനമൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് ഉളപ്പരാന്ന് വണ്ടിമേ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് പോകുന്നതുകൊണ്ട് ഒരു പേടിയുണ്ട്. ഇനി ഓള് വണ്ടി ഓടിക്കുകയോ കുട്ടികളെല്ലാം കൊണ്ടാക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓള്. പക്ഷേ കുഴപ്പമില്ല, നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. ഓള് പഠിക്കാനായിട്ട് പോയിട്ടൊന്നുമില്ല, സ്വയം പഠിച്ചതാണ് സ്കൂട്ടർ. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ രാത്രി വീട്ടിലെത്തിയതിന് ശേഷം, രാത്രിയല്ല, ഒരു വൈകിട്ട് ഒരു 5 മണി ആവാറായിട്ടുണ്ട്. ഇനി ആ സമയത്ത് മോള് പറഞ്ഞു എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ മതി ഉമ്മ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വീട്ടിലുള്ള പച്ചക്കറി വെച്ചിട്ട് മുട്ടയൊക്കെ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി പക്ഷെ കുഴപ്പമില്ല, സാധാരണ ബസ്മതി അരിയൊന്നുമല്ല, ബിരിയാണി ഉണ്ടാക്കുന്ന അരിയാണ്. അതിനെക്കൊണ്ട് ഉണ്ടാക്കി തട്ടിക്കൂട്ടി ഒരു ഫ്രൈഡ് റൈസ് അത്ര തന്നെ. പക്ഷെ കുരുമുളകിൻ്റെ പൊടി കുറഞ്ഞു പോയോണ്ട് എരു കുറഞ്ഞു പോയി, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ രാത്രി നമ്മൾ ഈ പിന്നെ അച്ചാറും പിന്നെ ചമ്മന്തിയും ഈ ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ച്, അപ്പോൾ അങ്ങോട്ടുള്ള മക്കളും അവർ വീട്ടിൽ പോയി. പിറ്റേന്ന് അവർക്ക് മദ്രസയിൽ സ്കൂളൊക്കെ പോകാനുണ്ട് ഇനി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ.